2 ദിവസം മുന്നേ ഒരാൾ പറയണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് 100 കോടിയുടെ ആസ്തി ഉണ്ട്. ഇല്ല, ഉണ്ടെങ്കിൽ നന്നായിരുന്നു, അത്ര ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി അത്ര ഇല്ല, പകുതി പോലും ഇല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ലക്ഷ്യം വീണ വിജയൻ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിവേഗം മാസപ്പടിയിലെ അന്വേഷണം എക്സാലോജി കമ്പനിയിൽ എത്തിക്കാനാണ് നീക്കം. നേരിട്ട് ഹാജരാകാൻ മടിച്ച CMRL MD ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം അതിവേഗം ഉണ്ടാകുമെന്ന് വ്യക്തമായി. മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന് ഏത് ദിവസം വേണമെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകിയേക്കും. കേസെടുത്ത് 3 ആഴ്ചയ്ക്കകം CMRLലെ പ്രധാനപ്പെട്ടവരെയെല്ലാം ചോദ്യം ചെയ്തു. നോട്ടീസ് നൽകിയിട്ട് ഹാജരാകാതിരുന്ന കർത്തയ്ക്ക് രണ്ടാമത് നോട്ടീസ് നൽകിയതിന് പിന്നാലെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്തത്. എക്സാലോജിക്കിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെക്കാൾ വിവരങ്ങൾ അറിയാവുന്നത് മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയ്ക്കാണെന്ന മൊഴിയാണ് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നത്. CMRLന്റെ ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന മൊഴികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുൻപ് ശശിധരൻ കർത്തയെ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതായാലും എക്സാലോജിക്കിനെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് ED നൽകുന്ന സൂചന. അതേസമയം ശശിധരൻ കർത്ത നൽകിയ കോടികൾ അത് CPMലെ പല ഉന്നതർക്കും പോയിട്ടുണ്ടോ എന്നാണ് ED അന്വേഷിക്കുന്നത്. അത്തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഉന്നതർ ആരൊക്കെ, വീണയെ സംരക്ഷിക്കുന്ന CPMലെ ഉന്നതർ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ED അന്വേഷിച്ചു വരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT സർവീസ് കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് പലപ്പോഴായി 1.72 കോടി രൂപ നൽകിയത് സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ശശിധരൻ കർത്തയ്ക്ക് ED സമൻസ് അയച്ചത്. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അതായത് SFIOയും അന്വേഷിക്കുന്നുണ്ട്. ED ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്.